നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. അമ്മ ഇത് നല്ല വെയിറ്റാണ്, ഇത് താഴത്തേക്ക് വെക്കാം. നമ്മളിപ്പം മട്ടനെ മുഴുവനോടുള്ള ബിരിയാണി അല്ല വെക്കുന്നത്, ഇത് മുറിച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ ഹിൽ ടോപ്പ് കിച്ചൺ സ്പെഷ്യൽ ബിരിയാണിയാണ്. ഒരിക്കലും നമ്മൾ ഇന്ന ഒരു സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടല്ല. അപ്പം എന്നാൽ നമുക്ക് ഇതിനെ പീസാക്കി റെഡി ആക്കിയിട്ട് കാണാം. അപ്പം മട്ടൻ മുറിക്കാനായിട്ട് നമ്മൾ നല്ല അറക്കൽ അബുവിൻ്റെ കത്തിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ കാലും കൈയൊക്കെ അങ്ങോട്ട് മുറിച്ചെടുക്കാം. നമുക്ക് ഈ കൈ അങ്ങോട്ട് പയ്യെ മുറിച്ചെടുക്കാം. അപ്പം മട്ടൻ്റെ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കും കേട്ടോ. ഇതിൻ്റെ ലെഗ് പീസാണ് എബിൻ്റെ നോട്ടം. അതെ, ഒരെണ്ണം മൊത്തത്തോടെ ലെഗ് പീസ് നമുക്ക് വെക്കാടാ സെപ്പറേറ്റ്. അതെ. അപ്പോൾ നമ്മുടെ അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ഷണിക്കാതെ വരുന്ന അതിഥി. മഴ ചെറുതായിട്ട് ചാറുന്നേ ഉള്ളൂ, ഇപ്പം എന്താവും അറിയില്ല. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ ഇതാ കണ്ട വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, കഴുകി അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി അടിച്ചങ്ങോട്ട് തുടങ്ങിയേക്കാം. പാത്രമൊക്കെ എടുത്ത് അടുപ്പത്തോട്ടങ്ങ് വെക്കാം നമ്മൾ. അപ്പോൾ നമ്മൾ തീയെല്ലാം നന്നായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ആടിനെയൊക്കെ ഇട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒറ്റ പാത്രത്തിൽ പരിപാടി ഫുള്ള് നമുക്ക് തീർക്കണം. അപ്പോൾ നമ്മൾ വലിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്ക് നെയ്യൊക്കെ കട്ടിയായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ഉള്ളി വറുത്ത ഓയിലും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയും അതുപോലെ തന്നെ നെയ്യും ഒക്കെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറുവപ്പട്ടയുടെ ഇല, ഗ്രാമ്പു, തക്കോലം, അതുപോലെ തന്നെ ഏലക്ക, കറുവപ്പട്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഈ എണ്ണയ്ക്കകത്ത് നെയ്ക്കകത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവോള നമുക്ക് ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സവോള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് സവോള ആദ്യം തന്നെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. സവോള വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ എപ്പോഴും ഭയങ്കര വലിയ തീക്കകത്ത് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അതായത് ആ സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള ആ പ്രക്രിയയിലൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര തീ വെച്ചിട്ട് നമ്മൾ എളുപ്പം ആക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ഒരു ഫീൽ കിട്ടില്ല, കറക്റ്റായിട്ടുള്ള ആ ഫീൽ കിട്ടില്ല. അതാണ് നമ്മൾ പയ്യെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്താ നമ്മൾ നടുവേ കീറിയ പച്ചമുളകാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി കുറച്ച് പേസ്റ്റ് അടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെന്തുകൂടെ എൻ്റെ കണ്ണ് പോയതാണ്, ഇരുട്ടായതാണോ? കണ്ണ് പോയൊന്നുമല്ല, മഴ വരുന്നുണ്ട്. ബിരിയാണി അടിച്ച അന്ന് മഴയാണല്ലോ. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റിന്റെയും ഇഞ്ചി പേസ്റ്റിന്റെ ഒക്കെ ആ ഒരു പച്ചമണം ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ മട്ടനെ ഇട്ടങ്ങനെ ഇളക്കി എടുക്കണം. നമ്മുടെ മട്ടനെ നമുക്ക് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം. അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി പീസാക്കി വെച്ച മട്ടൻ ഇതിലേക്ക് ഇടുവാണ്. നമ്മൾ മട്ടന്റെ തലയോ പാർട്സോ ഒന്നും എടുത്തിട്ടില്ല, ബാക്കി ആ ഇറച്ചിയും ഇതെല്ലാം കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി എന്താവും അറിയില്ല. എന്തായാലും നമ്മൾ മട്ടനൊക്കെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സവോളക്കകത്തും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്തൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ടൻ്റെ കളറൊക്കെ മാറി തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തൊരു മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക്
കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഒന്നുമല്ല, നമ്മുടെ സാധാ വീട്ടിലും മുളക് മേടിച്ച് പൊടിച്ചതാട്ടോ അത്. ഇനി ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം ഇതിനകത്ത്. എന്നാ ആവിയാ, അയ്യോ ആവി അടിച്ചിട്ട് തന്നെ. ആവി അടിച്ച് മുഖം വേവൂ. ആവി അടിക്കുന്ന മുഖം വേവുന്ന പിന്നെ സഹിക്കാം. എന്തൊരു സ്മെല്ലതിൻ്റെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മട്ടനകത്ത് നല്ല രീതിയിൽ ഇതാകണ്ട ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. മട്ടനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളം കേട്ടോ. വെള്ളം കാണുന്നുണ്ടോ? വെള്ളം കാണുന്നുണ്ട്. നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 3/4 വേവായിട്ട് വേണം നമുക്ക് റൈസും കൂടെ ഇട്ട് വേവിക്കാൻ. ഇതിനിവിടെ ഇരുന്നൊന്ന് വേവട്ടെ. നമുക്ക് തീയെ കത്തിച്ച് നൈസായിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മളൊരു 10-15 മിനിറ്റ് മട്ടൻ ഇങ്ങനെ വെച്ച് വേവിച്ചിട്ടുണ്ട്. 15-20 മിനിറ്റ് ആക്കില്ലോ. അതെ. ഇതിന് നമുക്കങ്ങ് തുറന്ന് നോക്കാം. മട്ടനൊക്കെ കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തൈര് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മിൻറ്റ് ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ മട്ടനകത്ത് അങ്ങ് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ബിരിയാണി മസാല റെഡിയായിട്ടുണ്ട്. മട്ടൻ മസാല. എന്തൊരു ആവിയും എന്തൊരു പുകയാ. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ കുറച്ച് ബോയിൽ ചെയ്ത് കൊണ്ടുവച്ചാണ്. ലേശം ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസിനൂടെ പാകത്തിനുള്ള ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ ഇതങ്ങനെ അടച്ചു വെക്കാം. എന്നിട്ട് വേണം റൈസ് ഇടാൻ. മഴയാണെങ്കിലും എന്നെ ആവിയാണ്. ഇപ്പൊ വെയിലായി ചെറുതായിട്ട്. നമ്മുടെ വെള്ളമൊക്കെ തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാറി നോക്കി അടുപ്പിൻ്റെ അകത്ത് കിട്ടണ്ട. അപ്പോൾ ഇനിയാണ് നമ്മുടെ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 4 കിലോ റൈസാണ് കേട്ടോ. 4 കിലോ റൈസിന് നമ്മൾ 6 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് ശരിക്കും പറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റൈസ് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം. ബസ്മതി റൈസാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് ബസ്മതി റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു വലിപ്പവും പിന്നെ ആ കാണാൻ തന്നെ ഒരു രസമായിരിക്കും ബിരിയാണി. നമുക്ക് ചെറുതായിട്ടൊന്ന് റൈസ് പൊടിയാതെ വെള്ളത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസെല്ലാം നല്ല രീതിയിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം. ബിരിയാണി ആദ്യത്തെ ഒരു 5 മിനിറ്റ് നല്ല തീയിലാണ് വെച്ചത്. പിന്നെ അവസാനം ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിറകൊക്കെ മാറ്റി സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം നമുക്ക്. വെള്ളമൊക്കെ വറ്റി വേറെ ലെവലായിട്ടുണ്ടല്ലോ. എന്റെ മോനെ അടിപൊളിയില്ലേ. അതിന്റെ ആവിയൊക്കെ പറക്കുമ്പോഴത്തേനെ ഇപ്പൊ തന്നെ വാരി തിന്നാൻ തോന്നുന്നു. ഇടു പൊളിച്ചു. അപ്പൊ ഇനി നമുക്ക് അവസാനവട്ട മിനുക്കുമണികളും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. ഈ ചൂട് ബിരിയാണിയുടെ മുകളിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ബിരിയാണിക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത നമ്മുടെ ഉള്ളി വറുത്തത്. ഇനി കുറച്ച് കശുവണ്ടി ഇതേപോലെ കണ്ടോ വറുത്തെടുത്തത്. അതുപോലെ തന്നെ നമുക്ക് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതോടെ കിട്ടുമ്പോഴത്തേന് നമ്മുടെ ബിരിയാണി വേറെ ലെവൽ. അതെ. റൈസിൻ്റെ ഒക്കെ ഇത് കണ്ടോ ടെക്സ്ചർ ഉണ്ടോ.
മട്ടനൊക്കെ കണ്ടുമ്പോൾ ഇങ്ങനെ തുള്ളിക്കളിക്കുകയാണ്. സൂപ്പറായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് കഴിക്കല്ലേ? പിന്നെ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് നൈസായിട്ട് അങ്ങോട്ട് ഓരോ തവി കോരി അങ്ങ് ഇടാം. ഓഹോ, അപ്പോൾ നമ്മുടെ കിഡിലൻ മട്ടൻ ബിരിയാണി നമ്മൾ റെഡി ആയിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ മണം അടിച്ചിട്ട് എനിക്ക് അധികം പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് കഴിച്ചേക്കാം. നമുക്ക് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 കിലോ മട്ടനും 4 കിലോ റൈസും ആ ഒരു സെറ്റപ്പിലേക്ക് ആയിപ്പോയി. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ വെച്ചില്ല. മട്ടൻ്റെ പീസാണെങ്കിലും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ചെയ്തതാണ്. മട്ടൻ ഇച്ചിരി കൂടിപ്പോയെന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇച്ചിരി അല്ല ഇച്ചിരി അധികം കൂടിപ്പോയല്ലോ. മട്ടൻ മാത്രമായി. ശരിക്കും മട്ടൻ ബിരിയാണി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ബിരിയാണി ഈ അച്ചാറോ സലാഡോ ഒന്നും കൂട്ടാതെ കഴിക്കാം കേട്ടോ. മട്ടൻ്റെ പീസൊക്കെ ഉണ്ടോ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അല്ലേ പൊളി. എൻ്റെ അടുത്ത് കുറേ നേരമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈസും കുറച്ചെടുത്ത് അങ്ങോട്ട് കഴിക്കാം. വായിന്നൊക്കെ വെള്ളം ഊറുന്നുണ്ടോ? ഇല്ല, അയ്യേ വെള്ളമൊന്നുമില്ല. കിടു. മീശയൊക്കെ വായി പോകുന്നുണ്ടോ? എന്താടാ ഇതിന്? നീ കഴിച്ചതാണല്ലോ. കമൻറ്റ് പോരട്ടെ. എന്താ പറയേണ്ടത്? എല്ലാവരും ഉണ്ടാക്കി നോക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് മനസ്സിൽ. ഉണ്ടാക്കി നോക്കണമെന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ മാത്രം. ഇപ്പോൾ നമ്മൾ മട്ടൻ വേവിച്ച് കഴിയുമ്പം അതിനകത്ത് ഇപ്പം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 1 ലിറ്റർ വെള്ളം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് ആ റൈസിനായാലും അപ്പം 1 കിലോ റൈസിന് 1.5 ലിറ്റർ വെള്ളം, ഈ ബസ്മതി റൈസിന് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അത് മനസ്സിലായോ? അതെ, 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം. അത് മാത്രം ഓർത്താൽ മതി. സത്യം. ഇതെന്നടാ? ഇതാണ് സലാഡ്. അമ്മ ഉണ്ടായതെന്നാണ്. കറിവേപ്പില വണ്ടി മറിഞ്ഞ. ഇത് കുറച്ചിടാം. കുറച്ച് ലേശം നല്ല മാങ്ങാച്ചാറാണ്. നാടൻ മാങ്ങാച്ചാർ. ഇനി നമുക്കൊരു പീസ് അങ്ങ് എടുക്കണ്ട. പീസ് കണ്ട ഇത്രയും വലിയ പീസ് ഉണ്ട് വെക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് റൈസിനകത്തൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഒരു പിടി ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഇതിന് നല്ലത് ബിരിയാണി അല്ലാണ്ട് കഴിക്കുന്നു. ഇത് കൊള്ളത്തില്ല എന്നല്ല കേട്ടോ, മനസ്സിലായി. നമ്മുടെ ആ ബിരിയാണിയുടെ ഒരു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നില്ല, തന്നതായിട്ടുള്ളൊരു ഫീല് കിട്ടുന്നില്ല ഇതിന്. അതെ, അച്ചാറും ഇതൊക്കെ ഇടുമ്പോൾ. ഇതാകുമ്പോൾ ഇതിങ്ങനെ മാത്രം വെച്ചിട്ട് മാങ്ങാച്ചാർ കോമ്പിനേഷൻ പോരാ അല്ലേ? ബിരിയാണിക്ക് നാരങ്ങാച്ചാറിന് വേണം. അടിപൊളിയുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പുകളൊന്നും ഇല്ല ഇതിന്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. മട്ടൺ റെഡിയാക്കുക, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് റൈസും കൂടി ഇട്ട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ ബിരിയാണി റെഡി. നല്ല ഉഷാർ ബിരിയാണി. ഇത് മൊത്തം കഴിക്കാൻ വയറിന് സ്പേസ് ഇല്ലല്ലോ എന്നാലോചിച്ച് എന്നൊരിത് മാത്രം. അപ്പം വീഡിയോ നമുക്ക് അവസാനിപ്പിക്കല്ലേ. നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്. ശരിക്കും നമ്മൾ കഴിക്കുന്ന സീക്വൻസ് എടുത്തില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല. ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ കഴിച്ചു. നീ കഴിക്കണേ? പിന്നെ കഴിച്ചോ. ഞാൻ ചെറുപ്പത്തിലെ കുറെ തിന്ന. ബ്ലൂപ്പേഴ്സ് ആയിരിക്കും എല്ലാം ഇപ്പോൾ വന്നു. അതെ, നമ്മളെ കോമാളിയാക്കലാണ് പരിപാടി.